ഹലോ, ഹായ് ഡേഴ്സ്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം പുളിമാത്ത് പഞ്ചായത്തിൻ്റെ CDSൻ്റെ കീഴിൽ ആറ്റിങ്ങൽ ലീഗൽ സർവീസ് അതോറിറ്റിയും തമ്മിൽ സംഘടിപ്പിച്ച ഒരു ബോധവൽക്കരണ ക്ലാസ്സിനാണ് പോയത്. അപ്പോൾ അതിനായിട്ട് അയൽക്കൂട്ടത്തിൻ്റെ അംഗങ്ങളും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനും നിശ്ചയിച്ചാണ് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ നിന്ന് പോയത്. അവിടെ ചെന്നപ്പോൾ വേറൊരു ഫ്രണ്ടിനെയാണ് കിട്ടി. അവളുടെ പേര് നിഷ എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. സാധാരണ ഞാൻ അയൽക്കൂട്ടത്തിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. പാർലറുള്ളതുകൊണ്ട് പാർലറിൽ പോയി ഇരിക്കാറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ എന്തായാലും പോകാമെന്ന് കരുതി ഞാനും നിശ്ചയിച്ചും കൂടെ പോയി. നമ്മൾ ക്ലാസ് എടുത്ത് തന്നത് അഡ്വക്കേറ്റ് വിനുമോൻ സാറാണ്. വളരെ നല്ല രീതിയിൽ സാറ് ക്ലാസ് എടുത്തു തന്നു. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള മാനസികവും പിന്നെന്താണ് ലൈംഗികപരവുമായിട്ടുള്ള ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ്. അതുപോലെ തന്നെ വീട്ടമ്മമാരിൽ ഉണ്ടാകുന്ന അമിതമായ ഫോൺ ഉപയോഗം കാരണം കുടുംബത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയൊക്കെ സാറ് വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. അങ്ങനെ നമുക്ക് 4 മണി വരെയായിരുന്നു ക്ലാസ്. അതിനിടയ്ക്ക് ചായയും വടയും ഒക്കെ കൊണ്ടു തന്നു. ഇന്ന് സമൂഹത്തിൽ ഈ ഫോൺ ഉപയോഗത്തിൻ്റെ കൂടുതൽ കൊണ്ട് വീട്ടമ്മമാർ ആണ് ഏറ്റവും കൂടുതൽ ചതിക്കുഴികളിൽ വീഴുന്നതെന്നും പിന്നെ അതിലൂടെ കുടുംബങ്ങൾ ഒരുപാട് ബന്ധങ്ങളൊക്കെ തകരുന്നുണ്ടെന്നും പിന്നെ നമ്മുടെ കുട്ടികൾ തന്നെ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുള്ള കാര്യം അങ്ങനെ ഇന്നത്തെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വെല്ലുവിളികളും ഒക്കെ സാറ് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ നിയമോപദേശവും സാറ് തന്നെ നമുക്ക് തന്നായിരുന്നു. അന്നത്തെ സാഹചര്യം വേറെ, രാഷ്ട്രീയ സാഹചര്യം വേറെ, കേരളത്തിലെ ഇന്ത്യയിലെ ജീവിത ശൈലികൾ വേറെ. ഇന്നും വർത്തമാനത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. വർത്തമാന യുഗത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനസികമായ ചൂഷണം എങ്ങനെ മാനസികമായ ഒരു സ്ത്രീ എങ്ങനെ ചൂഷണം ചെയ്യുന്നു. അതായത് കൊലപാതകത്തിന്റെ പ്രശ്നമല്ല. നമ്മുടെ സ്ത്രീയെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര സ്ത്രീകളുണ്ട്? നമ്പർ നിന്നോട് ഞാൻ ചോദിച്ചു വിവാഹം കഴിച്ചവരാണെന്ന് ചോദിച്ചു. ഒരുപാട് അർത്ഥം വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. കാരണം കുട്ടികളോട് എനിക്ക് ഈ കാര്യം 25 വയസ്സിന് താഴെയുള്ള വിവാഹം കഴിക്കുന്ന കുഞ്ഞിനോട് ഞാൻ ജീവിച്ച പറഞ്ഞു ഉപയോഗിക്കാൻ പറ്റാൻ ശരിയല്ല. നിങ്ങൾ ഇത് കേട്ടത് ചെവിയുടെ ചിത്രം പറയുന്ന കളയല്ലോ. നിങ്ങൾ ഇത് കുറച്ചുപേരെങ്കിലും അല്പം ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. എങ്ങനെ നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ, ബാക്കി വിടുന്നില്ല, കേരളത്തിലെ സ്ത്രീകൾ ഏതെല്ലാം രീതിയിൽ ചൂഷണത്തിന് വിധേയരാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന കോളങ്ങൾ ചിലരെ പല രീതിയിലാണ്. ഈ ഒരു ബോധവൽക്കരണം മാത്രം നിങ്ങളിലുണ്ടായാൽ പകുതി സമൂഹം രക്ഷപ്പെടും. പക്ഷെ മാറുക, ഇത് മാറാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു മാറ്റാൻ പറ്റുമോ? അങ്ങനെ സാറിൻ്റെ ക്ലാസ് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് സാറ് തന്നെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇത്രയും സമയമൊന്നും അതിന് പോരാന്ന് പറഞ്ഞുകൊണ്ട് സാറ് തന്നെ വൈൻഡപ്പ് ചെയ്യായിരുന്നു. പക്ഷേ സാധാരണ നമ്മളിങ്ങനെയുള്ള ക്ലാസ്സിനൊക്കെ നമുക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ബോറടിയല്ലേ. പക്ഷെ അങ്ങനെയൊന്നും ഒരു ബോറും ഇല്ലാത്ത നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ.